പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ വലിയൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ കൂടെയാണ്. എനിക്ക് വലിയ സന്തോഷമാണ് അഭിഷേകാഗ്നിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. ബിനോയച്ചൻ വളരെ മനോഹരമായി ഓരോ ഞായറാഴ്ചകളിലും നിങ്ങളോട് ദൈവവചനം വ്യാഖ്യാനിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബിനോയച്ചനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ബിനോയച്ചൻ വലിയൊരു ദൈവാനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകത്തിൻ്റെ സമയത്ത് ബാലികാബാലന്മാർ, കുട്ടികൾ, യുവതീവാക്കന്മാർ, രോഗികളായ സഹോദരങ്ങൾ, കുടുംബത്തിൽ പലതരം സാമ്പത്തിക ഞെരുക്കത്തിയിരിക്കുന്നവർ, രോഗപീഠകളിരിക്കുന്നവർ, പഠിക്കാൻ കഴിയാത്തവർ, പല വിശ്വാസം നഷ്ടപ്പെട്ടവർ, ഹൃദയം മന്ദീഭവിച്ചു പോയവർ, ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവർ, കുമ്പസാരിക്കാൻ സകല തരത്തിലുള്ള അവസ്ഥകളിരിക്കുന്ന ആത്മാക്കളുടെ മേൽ ദൈവം വളരെ വളരെ വലിയ കൃപ ചൊരിയുന്നത് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അതുപോലെ സംഭവിക്കും. ഇന്ന് മാർച്ച് മാസത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്കുണ്ട്. മാർച്ച് മാസത്തിൽ യൗസേപ്പ് പിതാവിനുള്ള വണക്കമാസമൊക്കെ ചൊല്ലുന്ന മാസമാണല്ലോ. യൗസേപ്പ് പിതാവിനെ പ്രത്യേകം ഓർക്കുന്ന മാസമാണല്ലോ. നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾ ആദ്യം പങ്കുചേരാം. യൗസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാൻ, രോഗങ്ങളിൽ ദൈവത്തിൻ്റെ സമാശ്വാസം ഉണ്ടാകാൻ അവിടെ നിന്ന് ശക്തമായി ഇടപെടും. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2017 ആലക്കോട് കൺവെൻഷന് പോകുന്നത്. അന്ന് അവിടെ ഒരു ലിസി എന്ന് പറഞ്ഞ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അന്ന് ആ ലിസി സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ പ്രകടമായൊരു ദൈവാനുഭവം. അഭിഷേകത്തിന് കാണാൻ ഭർത്താവ് നിർദ്ദേശിച്ചപ്പോൾ ഒരു കപ്പ് വെള്ളം പോലും എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ആ ശരീരത്തിൽ അത്ഭുതകരമായി ദൈവസൗഖ്യം വ്യാപരിച്ച ഒരു സംഭവമാണ് വിവരിക്കുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ പേര് ലിസി. ഞാൻ ചെമ്പത്തൊട്ടി ഫെറോന വെണ്ണക്കൽ ഇടവകയിൽ വരുന്നു. ഞാൻ തളിപ്പറം ലൂർദ് ഹോസ്പിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 2017 ജനുവരി മാസത്തിൽ കൈക്ക് ശക്തമായ വേദന വരികയും കൈ പൊക്കാനും പറ്റില്ല, താക്കാനും പറ്റില്ല. താത്തി ഇടുമ്പോൾ ഇങ്ങനെ ഷോക്ക് അടിക്കുന്നത് പോലെ, പൊക്കി പിടിക്കുമ്പോൾ കൈ ഭയങ്കര കഴപ്പ്. ഇവിടെ ഡോക്ടറെ കാണിച്ചു. ഇവിടെ തലപ്പറപ്പിൽ തന്നെ താത്തി ഇടുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ, പൊക്കി പിടിക്കുമ്പോൾ കഴയ്ക്കുന്നു. ഒന്നിങ്ങനെ പിടിക്കണം, സമാന്തരമായി പിടിക്കണം. ബ്രഷ് ചെയ്യാൻ പോലും പറ്റില്ല എൻ്റെ കൈയും കൊണ്ട്. എനിക്ക് അത്രമാത്രം ശക്തമായ വേദനയായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, മരുന്ന് തന്നു, കോളർ ഇടണം, പിന്നെ കുറച്ച് ദിവസം ട്രാഷൻ ഇട്ട് കിടക്കുക എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു 2 മാസത്തോളം ഞാൻ കോളർ ഇട്ട് ട്രാഷൻ ഇട്ട് കിടന്നു, മരുന്നും കഴിച്ചു. പക്ഷേ എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല. പിന്നീട് ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോവുകയും അവിടെ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടുന്ന് പറഞ്ഞു MRI ചെയ്യണം, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI ചെയ്തു. MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴുത്തിൻ്റെ 2-3 ഡിസ്ക് അകന്നിട്ട് പുറത്തേക്ക് തള്ളുകയാണ്, ഓപ്പറേഷൻ ഇല്ലാണ്ട് യാതൊരു വഴിയില്ല, ഇത് ഓപ്പറേഷൻ മാത്രം ചെയ്താലേ സുഖപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലുള്ള ആ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ സമ്മതിക്കാതെ മരുന്ന് വാങ്ങി വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പോകും. ഒരു വ്യത്യാസവും ഇല്ല. ഡോക്ടർ എപ്പോഴും ഇങ്ങനെ മരുന്ന് മാറ്റിക്കൊണ്ട് തരുകയും ചെയ്യും. പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യുക, പിന്നെ ഞാൻ കുറച്ച് ഡോക്ടർമാരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എൻ്റെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇനി അവർ തീരുമാനം എടുക്കുന്നത് ഓപ്പറേഷൻ തന്നെ ആയിരിക്കും, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരികയും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് വിഷമിച്ച് കറിയാണ്ട് യൂട്യൂബിൽ അഭിഷേകാഗ്നി വട്ടായിലച്ചൻ്റെ പ്രോഗ്രാം നീ കണ്ട് പ്രാർത്ഥിക്കുക, വെറുതെ ഇങ്ങനെ കിടക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് കാണുകയും എല്ലാ ഞായറാഴ്ചയും
അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടു. ദൈവത്തോട് നന്നായി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ കൈ ഇങ്ങനെ സുഖപ്പെടുത്തി തന്നാൽ ഞാൻ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ 5 മാസമായിട്ട് ലീവായിരുന്നു. 5 മാസമായിട്ട് ജോലിക്ക് പോകാതിരുന്നു. ഞാൻ ഈ 6ാമത്തെ ഫെബ്രുവരി മാസം 1-ാം തീയതി 5 മാസം ജോലിക്ക് പോയിട്ടില്ല ഈ വേദന കാരണം. ഫെബ്രുവരി മാസം 1-ാം തീയതി തൊട്ട് ജൂൺ 30 വരെ ഞാൻ ലീവായിരുന്നു. ജൂലൈ മാസം ഞാൻ 1-ാം തീയതി ജോലിക്ക് കയറുകയും എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. എൻ്റെ കൈക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു പൂർണ്ണമായിട്ടും. അപ്പോൾ എന്താ ചെയ്ത? യൂട്യൂബ് കണ്ട് പ്രാർത്ഥിച്ചു അല്ലേ? യൂട്യൂബ് കണ്ട്, ജീവിത പങ്കാളി പറഞ്ഞു യൂട്യൂബ് കണ്ട് വചനം കേൾക്കുക, വചനത്താൽ സൗഖ്യം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കും. ഇതേപോലെ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ആ വചനം കേൾക്കുന്ന, ആ വചനം വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രകടമായ ദൈവശക്തി വ്യാപരിക്കും. രോഗികളുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യേശുവേ എനിക്ക് സൗഖ്യം തരണം. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ഇടപെടണമേ. വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് മാർച്ച് മാസത്തിലെ ഈ ശുശ്രൂഷയിൽ, ഇന്നതിൻ്റെ സമാപനത്തിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ആശീർവാദമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ പ്രാർത്ഥനയിൽ ആദ്യം തൊട്ടേ പങ്കുചേരണം. കുടുംബത്തിലെ എല്ലാ കുട്ടികളെ ഒരുമിച്ച് കൂട്ടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന് വേണ്ടിയാണ് കുടുംബത്തെ കർത്താവ് ക്ഷണിക്കുന്നത്. വചനം പ്രഘോഷിക്കപ്പെടാൻ പോവുകയാണ്. ദൈവം വലിയ തരത്തിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ പോകുന്ന സമയമാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ സമയം, ഇതേ സമയം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അനേക രാജ്യങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുകയാണ്. വലിയൊരു കൂട്ടായ്മയിൽ ഒരേ സമയത്ത് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുകയാണ്. ഒരേ സമയം ദൈവസന്നിധിയുടെ ആരാധന ഉയരുകയാണ്. ആ വലിയ കൂട്ടായ്മയിലേക്ക് നമുക്ക് പങ്കുചേരാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. വിശ്വാസത്തിൻ്റെ ആ കൂട്ടായ്മ അനുഭവിക്കുക. വലിയ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കാൻ പോവുക. രോഗികൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തളർന്നിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. കടബാധിതരിക്കുന്നവർ കടബാധിതർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ ഹൃദയവേദനയോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുക. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്കാ 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കരങ്ങൾ ഉയർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ദൈവപിതാവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബാലികാബാലന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളുടെ മേൽ ഇപ്പോൾ സ്വർഗത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിതർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. നിരാശയുടെ കഠിന ബന്ധനങ്ങൾ ഇപ്പോൾ പൊട്ടിത്തകരട്ടെ. നിരാശ മാറട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ, പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്തു. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്തു. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. സൗഖ്യം നൽകണമേ. സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. അഭിഷേക വലിയ വിടുതൽ നൽകണമേ. തിന്മകൾ വിട്ടുപോകട്ടെ. പൈശാചിക പീഡ ഒഴിഞ്ഞു പോകട്ടെ. മന്ത്രവാദത്തിന് കൂടോത്ര ശക്തികൾ തകരട്ടെ. ദുഷ്ടപിശാചികൾ നീങ്ങിപ്പോകട്ടെ. ഹൃദയക്കാടിന് വിട്ടുമാറി പോകട്ടെ. ഇപ്പോൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ തിന്മകളും തിന്മയുടെ ആധിപത്യങ്ങളും ഛിന്ന ഭിന്നമാകട്ടെ. കരങ്ങളടിച്ച് എന്റെ പരിശുദ്ധാത്മാവേ, ഇടപെടണമേ. വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ, സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ കസർ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ കസർ നീട്ടണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്തു. വിശ്വാസത്തോടെ നൽകണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്തു. പരിശുദ്ധാത്മാവേ, നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ കൈകൾ
കൈകൾ ഞങ്ങളിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ ഞങ്ങളിൽ നീട്ടണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. എല്ലാ ഹൃദയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവേ, അവിടുന്ന് വാത്സല്യമാവുന്ന മഞ്ഞുതിൽ കൊണ്ട് പൊതിയണമേ. മഞ്ഞ് പോലെ സകല ഹൃദയങ്ങളെ കുടുംബങ്ങളെ പൊതിയണമേ. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. പ്രകടമായ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദർശനങ്ങൾ ലഭിക്കട്ടെ. രോഗശാന്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. നിരാശകൾ വിട്ടുപോകട്ടെ. കലഹങ്ങൾ മാറട്ടെ. സമാധാനം നിറയട്ടെ. ഭയം മാറട്ടെ. ധൈര്യം നിറയട്ടെ. കൃപ നിറയട്ടെ. വിശ്വാസാഭിഷേകം വർദ്ധിക്കട്ടെ. കൂട്ടായ്മ വർദ്ധിക്കട്ടെ. ക്ഷമ നിറയട്ടെ. സ്നേഹം നിറയട്ടെ. അനൈക്യങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള വാഴുവിൻ്റെ സമയത്ത് ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്. കുട്ടികളെല്ലാം വളരെ ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് സംസാരിക്കാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കാര്യം യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതമാണ്. പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വീണ്ടും ഈ വചനം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഒരു സ്വരം മാത്രം വീണ്ടും കേൾക്കാൻ തുടങ്ങി. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. വളരെ നല്ല പുഷ്പിച്ച് ഇങ്ങനെ നിറഞ്ഞ് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. പുല്ല് നല്ല നാമ്പിട്ട് തഴച്ച് വളരുന്ന അവസ്ഥ. ആ സമയത്ത് ശക്തമായ വെയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഈ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നല്ല തഴച്ച് വളർന്ന പുൽമത്ത പോലെ വിശ്വാസത്തിൽ കുതിച്ചു ഉയർന്നു വന്നവരാണ്. പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിച്ച് വന്നവരാണ്. ശുശ്രൂഷകളിൽ ശക്തി പ്രാപിച്ചവരാണ്. പുല്ല് കരിയുന്നത് പോലെ കരിഞ്ഞുപോയി. പുഷ്പം, നല്ല പൂക്കുല, നല്ല പുഷ്പങ്ങൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് മാതിരി നന്നായിട്ട് പ്രാർത്ഥിച്ചു നിന്നിരുന്ന ആത്മാക്കളാണ്. നല്ല പുഷ്പം വിടർന്ന് നിൽക്കുന്ന പോലെ നന്നായിട്ട് സ്തുതിച്ച് നിന്നിരുന്ന നല്ല ആത്മാക്കളാണ്. നല്ല പുഷ്പം വിടർന്ന് നിൽക്കുന്നത് പോലെ നല്ല വിധത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ശുശ്രൂഷ ചെയ്തിരുന്ന നല്ല ശുശ്രൂഷകരാണ്. നല്ല പുഷ്പം വിടർന്ന് നിന്നതുപോലെ നന്നായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു. പുഷ്പം വാടുന്നു. ഇപ്പം നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ തീഷ്ണതയില്ല, മങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥനാ സംബന്ധമായ കാര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ വഞ്ചന നിമിത്തം മനുഷ്യർ കഠിന ഹൃദയരായി മാറുന്നു. പാപത്തിൻ്റെ വഞ്ചന നിമിത്തം മനുഷ്യർ കഠിന ഹൃദയരായി മാറുന്നു. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-14 വരെ വാക്യങ്ങൾ. ഹീബ്രു ചാപ്റ്റർ 3 വേഴ്സസ് 12-14. എൻ്റെ സഹോദരരെ, സ്ലീഹ വിളിക്കുകയാണ്, എൻ്റെ സഹോദരരെ. സ്ലീഹായും ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്ലീഹ വിളിക്കുകയാണ്, എൻ്റെ സഹോദരരെ, എന്നെപ്പോലെ പ്രതികൂലം നേരിടുന്ന എൻ്റെ സഹോദരരെ, എന്നെപ്പോലെ പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും നേരിടുന്ന എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. നിങ്ങളുടെ ശ്രദ്ധിച്ചേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്
നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയാണ്. പാപത്തിൻ്റെ വഞ്ചന വരുമ്പോൾ എന്തുണ്ടാവും? ഹൃദയം കഠിനമാകും. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. നമ്മുടെ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. നാം സ്വർഗത്തിൻ്റെ അവകാശികളായി മാറുകയുള്ളൂ. നമ്മൾ ഒരാഴ്ച ഉത്സാഹത്തിൽ നടന്നു, ഒരു വർഷം നല്ല തുള്ളിച്ചാടി നടന്നു, 5 വർഷം നന്നായിട്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ചു എന്നതുകൊണ്ട് നിത്യജീവനിൽ പങ്കാളിത്തം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാന സെക്കൻഡ് വരെ, മരിക്കുന്ന സെക്കൻഡ് വരെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അപ്പോൾ ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ, നമ്മളുടെ നിത്യജീവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താൻ, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പുരാതന സർപ്പം നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ ആഗ്രഹിക്കും. പുഷ്പം പാടുന്നത് പോലെയും പുല്ല് കരിയുന്നത് പോലെയും നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ക്ഷയിച്ചു പോകാൻ, കരിഞ്ഞു പോകാൻ സാത്താൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും. എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളിത്തം ഇല്ലാതെ നിത്യനരകത്തിൽ നിബന്ധിക്കുകയുള്ളൂ. നാം നിത്യജീവൻ്റെ പങ്കാളിത്തം നഷ്ടപ്പെട്ട് നിത്യനരകത്തിലേക്ക് നിബന്ധിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കരിഞ്ഞു പോകണം. അതിനുവേണ്ടി സാത്താൻ പരിശ്രമിക്കും. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെ, അതാണ് പാപത്തിൻ്റെ വഞ്ചന. നമ്മുടെ ചുറ്റും രോഗമുണ്ടായി, നമ്മൾ പകർച്ചവ്യാധികളുണ്ടാകുന്നു, പട്ടിണി ഉണ്ടാകുന്നു, യുദ്ധമുണ്ടാകുന്നു, ഞെരുക്കമുണ്ടാകുന്നു, നമുക്ക് ചുറ്റും ദുഷ്ടന്മാരുണ്ടാകുന്നു, ക്രൂരത ചെയ്യുന്നവരുണ്ടാകുന്നു, നമുക്ക് കടബാധ്യത വരുന്നു, ജപ്തി നടക്കുന്നു, കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു, കുടുംബത്തിൽ മക്കളുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ചുറ്റിലും വരും. കാറ്റൂതും വെള്ളപ്പൊക്കം ഉണ്ടാകും, അത് ഭവനത്തിന് നമ്മൾ ആഞ്ഞടിക്കും. ഇതൊക്കെ ചുറ്റിലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വരും. നമ്മുടെ വിശ്വാസത്തെ ഇളക്കാൻ പറ്റിയ സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ കൂടെ സിസ്റ്റർ നഥാലിയ എന്നൊരു സിസ്റ്ററിന് പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്ന് അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയും പ്രത്യക്ഷപ്പെടുമായിരുന്നു. സിസ്റ്റർ നഥാലിയയ്ക്ക് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ 152 സഭ നേരിടുന്ന പീഡനങ്ങൾ. ലോകത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന വിജയത്തിന് തൊട്ട് മുമ്പ് സഭയിൽ വലിയ ക്രമരാഹിത്യവും ഭീകരതയും നിലനിൽക്കുമെന്ന് കർത്താവായ ഈശോ എന്നെ അറിയിച്ചു. 1940കളിലാണ് സിസ്റ്റർ എഴുതുന്നത്. 1940കളിലാണ് സിസ്റ്റർ നദാലി ജീവിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പുള്ള കാലഘട്ടം. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും മുമ്പ് ഈശോ സിസ്റ്റർ നദാലിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ലോകത്തിലേക്ക് സമാധാനം വരുന്നതിന് മുമ്പ്, എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ 2ാം വരവിന് തൊട്ട് മുമ്പ് സഭയിൽ വലിയ ക്രമരാഹിത്യം, അച്ചടക്കരാഹിത്യം ഉണ്ടാവും, അനുസരണക്കേടുണ്ടാവും, വിമത സ്വഭാവം ഉണ്ടാവും, എതിർപ്പുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും, വലിയ തരത്തിലുള്ള ഛിന്ന ഭിന്നമാകുന്ന ഒരാളെ അനുസരിക്കാത്ത, ഒരു നാഴി വേറൊരു നാഴിക്കകത്ത് ഇറങ്ങാത്ത അനുഭവം ഉണ്ടാവും. സഭയിൽ വലിയ ക്രമരാഹിത്യവും ഭീകരതയും നിലനിൽക്കുമെന്ന് കർത്താവായ ഈശോ എന്നെ അറിയിച്ചു. ഈ ക്രമരാഹിത്യത്തിൻ്റെ ഹേതു എന്ന് പറഞ്ഞാൽ കാരണം, ഈ ക്രമരാഹിത്യത്തിൻ്റെ ഹേതു ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്ന സഭയുടെ പവിത്ര സ്ഥാനങ്ങളിലേക്ക് നാസ്തികത നുഴഞ്ഞു കയറും എന്നുള്ളതാണ്. നാസ്തികത എന്ന് പറഞ്ഞാൽ നിരീശ്വര ചിന്ത, ദൈവനിഷേധം, ദൈവ അസ്തിത്വത്തിൽ വിശ്വാസമില്ലായ്മ, ദൈവത്തിൽ ബോധ്യമില്ലാത്തവർ, വിശ്വാസമില്ലാത്തവർ സഭയുടെ പവിത്ര സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറും. തിയോളജിയൻസിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറും, സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറും, സെമിനാരികളിൽ പഠിപ്പിക്കുന്നവരിലേക്ക് നുഴഞ്ഞു കയറും, എല്ലാ മണ്ഡലങ്ങളിലേക്ക് നുഴഞ്ഞു കയറും, ശുശ്രൂഷ മേഖലയിലുള്ളവരിലേക്ക് നുഴഞ്ഞു കയറും, എല്ലാ മണ്ഡലങ്ങളിലേക്കും സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറും, വൈദികരുടെ ഇടയിൽ നുഴഞ്ഞു കയറും, ഇടവകകളിൽ നുഴഞ്ഞു കയറും, കമ്മിറ്റികളിൽ കൈക്കാരന്മാരുടെ സ്ഥാനങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലേക്കും ഇത് നുഴഞ്ഞു കയറും. ഈ ക്രമരാഹിത്യത്തിൻ്റെ ഹേതു ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്ന സഭയുടെ പവിത്ര സ്ഥാനങ്ങളിലേക്ക് നാസ്തികത
നുഴഞ്ഞു കയറും എന്നുള്ളതാണ്. നാസ്തികത എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലായ്മ എന്ന് കണക്കാക്കിയാൽ മതി. പാരമ്പര്യ ഭക്തിവിശ്വാസങ്ങൾ നശിപ്പിക്കപ്പെടുകയും എങ്ങും ലൗകിക മാനദണ്ഡങ്ങൾ നിലവിൽ വരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, സെക്കുലറിസം നിലവിൽ വരും. പാരമ്പര്യ ഭക്തിവിശ്വാസങ്ങൾ നശിപ്പിക്കപ്പെടുകയും എങ്ങും ലൗകിക മാനദണ്ഡങ്ങൾ നിലവിൽ വരികയും ചെയ്യും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ശത്രുതയും പലയിടത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ഇടയാക്കുമ്പോൾ മേൽപ്പറഞ്ഞ വിപത്തും അതിനോട് ചേർന്ന് മുന്നേറും. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധം നടക്കണമെങ്കിലും അതിന് റിസൾട്ട് വരാൻ പോകുന്നത് കുടുംബങ്ങളിൽ പ്രാർത്ഥന ഇല്ലാതാവും, ദേവാലയങ്ങളിൽ വിശ്വാസം കുറയും, അവിടെ വിശ്വാസം ക്ഷയിക്കും, പ്രാർത്ഥന കുറയും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ശത്രുതയും പലയിടത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഇടയാക്കുമ്പോൾ മേൽപ്പറഞ്ഞ വിപത്ത് അതിനോട് ചേർന്ന് മുന്നേറും. ധാരാളം പേർ സഭയെ എതിർക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അവരുടെ ലക്ഷ്യമാകട്ടെ വിശ്വാസികളിൽ സഭയോട് അലക്ഷ്യഭാവം ഉളവാക്കുകയും സഭയിലുള്ള വിശ്വാസം അവരിൽ നിന്ന് എടുത്തു കളയുകയും അങ്ങനെ അവരെ സാത്താന് എളുപ്പത്തിൽ ഇരയാക്കുകയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ഉള്ളിലും സഭയുടെ പുറത്തും ഓരോ സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ ബാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. യുവജനങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ഓരോ കുടുംബങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. ചുറ്റുവട്ടത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും സഭയുടെ ഉള്ളിലും സഭയുടെ പുറത്തും, ഇടവകകളിലും രൂപതകളിലും സന്യാസ ഭവനങ്ങളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ലോകമെമ്പാടും രാജ്യങ്ങൾ തമ്മിലും അങ്ങനെ ഉണ്ടാകുന്ന സെക്കുലർ മേഖലയിലും സ്പിരിച്വൽ മേഖലയിലും ഉണ്ടാകുന്ന പല സംഭവങ്ങളും അത് നമുക്ക് സഭയിലുള്ള വിശ്വാസം നശിപ്പിക്കപ്പെടുന്നതിനും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ക്ഷയിക്കുന്നതിനും കാരണമാകുന്ന ഒരു സാഹചര്യമായിട്ട് അത് രൂപാന്തരപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ സമയത്ത് നാം വചനം വായിച്ചും വചനങ്ങൾ കേട്ടും നമ്മുടെ പവിത്രമായ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരണം. ഹൃദയ കാഠിന്യം ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് പഴയ നിയമത്തിലെ സൗൾ രാജാവിൻ്റെ അനുഭവം. 1 സാമുവൽ 24 അധ്യായം 1 തൊട്ട് 11 വരെ വാക്യങ്ങൾ. 1 സാമുവൽ ചാപ്റ്റർ 24 വേഴ്സസ് 1 to 11. ഫിലിസ്ത്യരെ തുരത്തിയതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി. അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാമെന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് എനിക്കിടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് അതിൻ്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അവൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തൻ്റെ വഴിക്ക് പോയി. ദാവീദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. എൻ്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ്, അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തില്ല. എൻ്റെ യജമാനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല. അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ പിതാവേ, ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം. ഞാൻ അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങേക്കെതിരെ തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങ് എൻ്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് സംഭവമാണ്. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സൈന്യവുമായി നടക്കുന്ന സാവൂളിനെ വകവരുത്താൻ ദാവീദിന് നല്ലൊരവസരം ഒരുങ്ങിക്കിട്ടി. പക്ഷെ ദാവീദ് ഒരിക്കലും അത് ചെയ്തില്ല. ദാവീദ് കൊല്ലാതെ സാവൂളിൻ്റെ മേൽ കൈകൾ വെക്കാൻ സൈന്യത്തെ അനുവദിക്കാതെ അവനെ സംരക്ഷിച്ചു. ഈ കാര്യം സാവൂൾ കണ്ടു. സാവൂൾ മനസ്സിലാക്കി. 1 സാമുവേൽ 24 അധ്യായത്തിൽ 16 തൊട്ട് 21 വരെ വാക്യങ്ങൾ.
ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ സാവൂള് പറയാണ്, എൻ്റെ മകനേ ദാവീദേ, എൻ്റെ മകനേ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിൻ്റെ രാജ്യത്ത് നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. നോക്കിയേ, ഇപ്പോൾ സാവൂളിൻ്റെ ഹൃദയം അലിഞ്ഞു, ആർദ്ര മനസ്കനായി. ഇപ്പോൾ സാവൂൾ പറയണത് എന്താ? ദാവീദിനെ അനുഗ്രഹിക്കുന്നു, ദാവീദിനെ പുകഴ്ത്തുന്നു, ദാവീദിൻ്റെ ഭാവി ജീവിതത്തിൽ രാജാവാകുന്നു പ്രവചിക്കുന്നു. പ്രവചനങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും വലിയ സ്നേഹവും ആർദ്ര ഹൃദയം എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സത്യത്തിൽ സാവൂളിൻ്റെ ഹൃദയം സത്യത്തിൽ അങ്ങനെ ആയിത്തീർന്നു ആ സമയത്ത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ ഇത്തിരി സമയം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കാണുന്നെന്താ? വീണ്ടും ഈ സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലാൻ ആയുധങ്ങളുമായി സൈന്യവുമായി മുന്നേറുകയാണ്. 1 സാമുവേൽ 26-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ. കരുത്തരായ 3000 ഇസ്രായേലിനോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജിഷിമോൻ്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീലാക്കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ആ നന്മ കണ്ട്, ദാവീദേ നീ എൻ്റെ മകനാണ്, എൻ്റെ മകനേ, എൻ്റെ മകനേ എന്ന് വിളിച്ച്, നിനക്കെല്ലാം അനുഗ്രഹമുണ്ട്, നിൻ്റെ ദൈവം നിന്നോട് കൂടെ എന്നൊക്കെ പറഞ്ഞു, എൻ്റെ പിൻതലമുറ നീ രാജാവാകും, നിൻ്റെ രാജ്യത്ത് നിന്ന് സ്ഥിരപ്പെടും. പ്രവചനങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം അങ്ങനെ അലിഞ്ഞ ഹൃദയമാണ്. പക്ഷേ എന്തായി? ക്ഷണനേരം കൊണ്ട് കഠിനമായി പോയി. ഹൃദയ കാഠിന്യം ഇതുപോലെ ക്ഷണനേരം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും സഹോദരങ്ങളെ. നമ്മളൊരു ധ്യാനം കേൾക്കുമ്പോൾ, ഒരു അനുഭവം കാണുമ്പോൾ, ഒരു പ്രാർത്ഥന കൂടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹൃദയ അലിവ്, ഒരു ആർദ്രത, ഒരു തുറവിയൊക്കെ തരും. അത് നമ്മൾ നന്നായിട്ട് പരിചരിച്ച് വളർത്തിയില്ലെങ്കിൽ, നന്നായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും വഴി നമ്മുടെ ഉള്ളിൽ ഹൃദയം കഠിനമാകുന്ന വിധം, ഹൃദയം പാറ പോലെ കഠിനമാകുന്ന വിധം നമ്മുടെ അന്തരംഗം രൂപാന്തരപ്പെട്ട് വരും. പിന്നെ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും, പിന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ പറ്റാതെയാവും, പിന്നെ പണ്ടത്തെ പോലെ ക്ഷമിക്കാൻ പറ്റാതെയാവും, പിന്നെ പണ്ടത്തെ പോലെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റാതെയാവും. ഹൃദയം കഠിനമായി പോയി. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇന്ന് കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ സ്ഥിരത, പ്രാർത്ഥനയിൽ വളർച്ച, കൂട്ടായ്മയിൽ വളർച്ച, ഇതെല്ലാം ഉണ്ടാകാൻ ഹൃദയ കാഠിന്യത്തിൻ്റെ കഠിന ബന്ധനത്തിൽ നിന്ന് കുടുംബങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദ്യാർത്ഥിനികൾക്ക് പരിശുദ്ധ കുർബാന വെച്ച് ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ്. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ആരാധനയിലേക്ക് നമുക്ക് ചേരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ രാജാവായി വസിക്കുന്ന ഈശോ, സഭയിൽ രാജാവായി വസിക്കുന്ന ഈശോ, സകല സൃഷ്ടപ്രപഞ്ചത്തിന് രാജാവായി ഈശോ, നമ്മുടെ ഹൃദയത്തിൽ ദിവ്യകാരൻ രൂപനായി ഓരോ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഈശോ ഇപ്പോൾ ഈ അൾത്താരയിൽ നമ്മോട് കൂടെ ദിവ്യകാരുണ്യ രൂപനായി സന്നിഹിതനാണ്. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് എളിമയോടെ അവിടുത്തെ ആരാധിക്കാം. എല്ലാവരും മുട്ടുമേൽ നിൽക്കുക. രോഗികൾ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ദൈവമേ, അങ്ങയുടെ അങ്ങൊന്ന് എൻ്റെ ഈശോയെ അങ്ങ് മനസ്സ് വെച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടാവും. വിദ്യാർത്ഥി പ്രാർത്ഥി, ഈശോയെ അങ്ങയുടെ കൃപ എനിക്ക് വേണം. ദുർബലരും ബലഹീനരെല്ലാം പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. നിനക്കെൻ്റെ കൃപ, രോഗത്തിൽ സൗഖ്യത്തിൻ്റെ കൃപ, പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള കൃപ, ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹം പറ്റിപ്പോയവർക്ക് സ്നേഹത്തിൻ്റെ കൃപ, അനുതാപത്തിൻ്റെ കൃപ, എല്ലാ തരത്തിലുള്ള കൃപകളും അവിടുന്ന് ദാനമായി നൽകുന്നു. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. ഈ ആശീർവാദ സമയത്ത് ദൈവമേ കൃപ തൂകണമേ, എൻ്റെ യേശുവേ കൃപ വർഷിക്കണമേ, കൃപ കൊണ്ട് എന്നെ പൊതിയണമേ, കൃപ കൊണ്ട് എന്നെ നനയ്ക്കണമേ, കൃപ കൊണ്ട് എന്നെ കുതിർക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കിയിട്ട് ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ.